ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം അല്ലല്ലോ? മുന്തിൽ നമുക്ക് സുഖം തന്നെ. ഇതെൻ്റെ പുള്ളീൻ്റെ സ്കൂളിലും ഞാൻ ഇതുണ്ടായി ഫുഡ് ഫെസ്റ്റിവൽ. അതിന് ഞാൻ ചെറിയൊരു ബിരിയാണി വെച്ചിട്ട് കൊടുത്ത്. ആദ്യം ഉള്ളി അരിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി തന്നെ സ്വബയ്ക്ക് തന്നെ അണിച്ചിട്ട് ഞാൻ ഇത് പെരക്കിൽ വെച്ചിട്ടുണ്ടായി ചിക്കന്. ആ പെരക്കിൽ വെച്ചിട്ട് വേക്ക് അതിൽ അതിനെ കുറച്ച് ചെറിയൊരു ഹാഫ് കായ്ച്ചിട്ട് എടുത്ത് വേക്ക് ഉള്ളിയും കറിച്ചപ്പലയും ഇത് കശുവണ്ടിയും മുന്തിരിയെല്ലാം കായ്ച്ചിട്ട് വെച്ച് പിന്നെ തന്നെ അതേ എണ്ണക്ക് ഞാൻ മസാല ആക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഒരു തക്കാളി എല്ലാം ഇട്ടിട്ട് എല്ലാം ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മസാല ആക്കിയിട്ട് ഒരു കുറേ എല്ലാ ക്ലാസ്സിലത്തെ 2 ക്ലാസ്സിലത്തെ പിള്ളേർക്ക് ഫുഡ് കൊണ്ടുപോകാൻ. അപ്പോൾ എന്ത് തരം ഫുഡ് കൊണ്ടെങ്കിലും ഞമ്മ ഓരോരോ തരത്തിൻ്റെ ഓരോരാൾ കൊടുത്തിന് ഓരോരോ ക്ലാസ്സിലേക്ക് ഓരോരോ പിള്ളേർ. അതിന് ഞാനൊരു ബിരിയാണി ആക്കിയിട്ട് കൊടുത്തു, ചിക്കൻ ബിരിയാണി. അങ്ങനെ അതിൽ ലാസ്റ്റ് പിന്നെ തൈര് ഒഴിച്ച് അങ്ങനെ കായ്ച്ചിട്ട് വെച്ച ചിക്കനും കുരുമുളക് പൊടി ഇട്ട് അതിൻ്റെ കായ്ച്ചിട്ട് വെച്ച ചിക്കനും ഇട്ടിട്ട് ഒരു ചെറിയ മസാലയ്ക്ക് ചോറ് വെക്കുന്നത് ഞാൻ പിന്നെ ഇത് ഹാഫ് ബന്ധമല്ലേ കോഴി, അതുകൊണ്ട് വേവും നമുക്ക് കായ്ച്ചിട്ട് എടുത്തതിനെ കൊണ്ട്. അങ്ങനെ അതിനൊരു മസാല ആക്കിയിട്ട് ചെറിയൊരു ചോറും വെച്ചിട്ട് ചോറ് വെക്കുന്നത് കാണിച്ചിട്ടില്ല. പിന്നെ അത് മല്ലിച്ചപ്പും പുതിന ചപ്പും ഇട്ട് അതേ മസാലക്ക് ഇട്ടിട്ട് അതിനവിടെ മുടിയിട്ട് വെച്ചിട്ട് ചോറിന് വെള്ളം വെച്ചിട്ട് കുക്കറിൽ തന്നെ ഒരു വിസിലിനാന്നല്ലേ. പിന്നെ കാലത്തെ കോളേജ് സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ ഞാൻ അത് കൊടുക്കണമൊക്കെ തന്നെ ഡ്രൈവറിൽ തന്നെ. അതിനെക്കൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് മസാല വേറെ വെച്ചിട്ട് കുറച്ച് ചോറെടുത്തിട്ട് പകുതി മസാലക്ക് ചോറിട്ട പകുതി മസാല അങ്ങനെ വെച്ച് എന്നിട്ട് എനിക്ക് അത് കായ്ച്ചിട്ട് വെച്ച ഇത് ഉള്ളിയും ഇതെല്ലാം ഇല്ലേ കശുവണ്ടിയും അതെല്ലാം കുറച്ച് ഇതാക്കി കുറച്ച് കളറും വിറ്റി കിടാക്കെല്ലാം കൊടുക്കുന്നതല്ലേ. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ട് വിറ്റിയാൻ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ലൊരു ബിരിയാണി റെഡിയാക്കിയിട്ട് കൊടുത്തു ഞാൻ സ്കൂളിലേക്ക് എൻ്റെ പുള്ളിക്ക്. നല്ല അടിപൊളി ബിരിയാണി അതിനോ. നിങ്ങൾ ഈ റെസിപ്പി നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാവോ? നിങ്ങൾ നേരെ നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാവോ? എല്ലാവരും വീഡിയോ ഷെയറും സബ്സ്ക്രൈബും എല്ലാം ആക്കണോ, കമൻ്റ് എല്ലാം ആക്കണോ? ഇൻഷാ അല്ലാഹ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാവോ? ഈ വീഡിയോ ഒന്ന് നോക്കിയിട്ടിങ്ങ ഉണ്ടാക്കിയിട്ട് നോക്കിയേ. എന്തായാലും കുറഞ്ഞ ഒരു ചൂട് പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നത് എല്ലാത്തിനും ഒരു തരത്തിൻ്റെ സാധനം കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.